ഒരു ഫൈനൽ വീക്കിൽ എല്ലാ വീഡിയോസും ഈച്ച് ആൻഡ് എവരി വീഡിയോസിൽ അനുമോളെ വൈറ്റ് വാഷ് ചെയ്ത് അനുമോളെ വോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ഗായ്സ്, നമുക്കിന്ന് സംസാരിക്കാനുള്ള അനുമോളും അനുമോളുടെ PR-ഉം അതേപോലെ തന്നെ PR എന്ന് പറയാതെ PR-നെ പോലെ വർക്ക് ചെയ്യുന്ന കുറച്ച് ചാനൽസിനെയും പറ്റിയാണ്. അത് നമ്മളുടെ വേറെ ആരുമല്ല, നമ്മുടെ സമ്മർ മീഡിയയും അതേപോലെ അതുൽ വ്ളോഗ്സും. നിങ്ങൾ ഇവരുടെ വീഡിയോസ് കണ്ട കണ്ണു അടച്ചുകൊണ്ട് പറയാൻ പറ്റും ഇവർ രണ്ടുപേരും അനുമോളുടെ PR-ആണ്. പക്ഷെ അവരുടെ അടുത്ത് ചോദിച്ചാലോ അതുലാണെങ്കിൽ ചാടി കടിക്കാൻ വരുന്ന പോലെ ഓരോ ഡയലോഗും. സമ്മർ മീഡിയയുടെ പുള്ളിയാണെങ്കിൽ തുറന്നടിച്ച് കാര്യം പറയും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരുടെ അടുത്തും താല്പര്യമൊന്നുമില്ല, എന്നാലും അനുമോളാണ് ജയിക്കാൻ താല്പര്യം. ഇവർ രണ്ടുപേരും തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അനുമോളുടെ PR അല്ല. പക്ഷേ ഇവർ വീഡിയോ ചെയ്യുന്ന കറക്റ്റ് ഫോർമാറ്റ് അനുമോളുടെ PR തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു ഫൈനൽ വീക്കിൽ എല്ലാ വീഡിയോസും ഈച്ച് ആൻഡ് എവരി വീഡിയോസിൽ അനുമോളെ വൈറ്റ് വാഷ് ചെയ്ത് അനുമോളെ വോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ഇവർ അനുമോൾക്ക് വോട്ട് ചെയ്യാൻ പറയുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവർ തന്നെയാണ് പറയുന്നത് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരുടെടുത്തും ഒരു താല്പര്യമില്ല എന്ന്. ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ ജയിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അനുമോൾ അത്രയും ഡിസേർവിങ് ആണ് ഈ ഒരു കപ്പിന് വേണ്ടിയിട്ടെന്ന്? ഒരിക്കലും ഇല്ല. അനുമോൾ ചെയ്യാത്ത കാര്യങ്ങളില്ല. നമ്മളവിടെ മെയിനായിട്ട് നോക്കുന്ന ആദിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അനുമോൾ എത്രയോ ബെറ്റർ ആണെന്നാണ് ആൾക്കാർ പറയുന്നത്. അത് കറക്റ്റാണ്, അതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് അനുമോൾ. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ ഫുള്ളായിട്ട് ശരിയെന്നാണ്? ഒരിക്കലും അല്ല. അനുമോൾ പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട് അവിടെ. ഫോർ എക്സാമ്പിൾ മറ്റേ ജിസയിലും ആര്യൻ്റെയും കേസ് തന്നെ. ആ ഒരു സമയത്തൊക്കെ അനുമോളെ വെറുക്കാത്ത ആൾക്കാരില്ലായിരുന്നു. അതേപോലെ എത്ര ഇൻസിഡൻസ് ഉണ്ട്. എന്നാലും അനുമോളെ വോട്ട് ചെയ്യാൻ തന്നെയാണ് ഇവർ പറയുന്നത്. അതുൽ വ്ളോഗ്സിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എൻ്റെ പൊന്നോ ചൊറിഞ്ഞു വരും. അവൻ്റെ കണ്ണിൽ അനുമോളേക്കാൾ തികഞ്ഞ വേറൊരു പെണ്ണില്ല അവിടെ. പെണ്ണെന്നല്ല, മനുഷ്യനില്ല അവിടെ. ഈ അവസാനത്തെ ആഴ്ചയിൽ ഇവർ രണ്ടുപേരും ഇറക്കുന്ന വീഡിയോസ്, അതേപോലെ തന്നെ വീഡിയോസിനകത്തുള്ള കണ്ടൻറ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ കണ്ണും പൊട്ടി പറയാൻ പറ്റും ഇവർ അനുമോളുടെ PR-ആണ്. PR അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഇവർക്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ പൊക്കി അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തൊപ്പിയില്ലേ, അനീഷിനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് വന്നപ്പം ഈ അതുൽ വ്ളോഗ്സ് ഒരു വീഡിയോ ഇറക്കി. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്ക്. യവൻ പറയുന്ന കേട്ടാ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അനുമോളെ തന്നെ വോട്ട് ചെയ്യണമെന്നാണ് ഇവൻ്റെ പറച്ചിൽ കേട്ട്. എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളില്ലേ? തൊപ്പിക്ക് അനീഷിനോടാണ് താല്പര്യം, അനീഷിനെ വോട്ട് ചെയ്യാൻ പറയുന്നു. അതിന് ഇവനെന്നാണ് ഇത്ര പ്രശ്നം? ഇവൻ ആ വീഡിയോയിൽ പറയുന്ന വാക്കുകളൊക്കെ കാണണം. ഈ തൊപ്പി എന്നെ അറിഞ്ഞിട്ടാ ഒരു ബോധവും പൊക്കണോ ഇല്ലാത്ത ഒരു തന്നെ തൊപ്പി കണ്ണു അടച്ചോണ്ട് ഓരോരുത്തരെ വോട്ട് ചെയ്യാൻ പറയുന്നതൊക്കെ. തൊപ്പി കണ്ണു അടച്ചോ കണ്ണു അടയ്ക്കാണ്ടോ ആരെ വേണേലും വോട്ട് ചെയ്യാൻ പറയട്ടെ, നിനക്കെന്നാ? തൊപ്പിക്ക് അനീഷ് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, തൊപ്പി വോട്ട് ചെയ്യാൻ പറയുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ അതുൽ വ്ളോഗ്സ് ആരുമല്ല. അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോ കണ്ടാൽ നമ്മൾ തന്നെ ഓർക്കും തൊപ്പി എന്നാ വലിയ അപരാധമാണ് ചെയ്തതെന്ന്. സീരിയസ്ലി ഇവരുണ്ട് നല്ല അറിഞ്ഞ് പണിയെടുക്കുന്നുണ്ട് ഈ സമ്മർ മീഡിയയും അതുപോലെ തന്നെ അതുൽ വ്ളോഗ്സും അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഒരു കാര്യമില്ല, അനുമോൾ സത്യം പറഞ്ഞാൽ ഡിസേർവിങ് അല്ലെന്ന് പറഞ്ഞാൽ ഡിസേർവിങ് അല്ല. യെസ്, അനുമോൾ ടോപ്പ് 2 ആയിക്കോട്ടെ, പക്ഷെ ഒരിക്കലും ആ കപ്പ് അനുമോൾക്ക് ഡിസേർവിങ് അല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.